ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാനൊരു ജുഗാഡു ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ പോണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് ബ്രെഡ്. ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും, നന്നായിരിക്കുകയും ചെയ്യും കഴിക്കാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് ഞാൻ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തവയിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 4 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചോപ്പറിലിട്ട് അരിയുമ്പോൾ നല്ല ചെറുതാക്കി അരിഞ്ഞു കിട്ടും. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാകും കുറച്ചുകൂടെ. ബട്ടർ നമ്മൾ ഉരുക്കിയെടുക്കാൻ പാടില്ല, ഇതുപോലെ കട്ടിയായിട്ട് തന്നെ ഉണ്ടാവണം. ഇനി 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് 4ലും ഇതുപോലെ ഈ ബട്ടർ തേച്ച് കൊടുക്കണം. ഈ ഗാർലിക് ബട്ടറിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കില്ല, എന്ന് വെച്ചാൽ ആ ബട്ടറിൽ ഓൾറെഡി ഉപ്പുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോൾട്ടഡ് ബട്ടർ എടുത്താൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി 2 ബ്രെഡിൻ്റെ സ്ലൈസിൽ മോസറല്ല ചീസ്, നമ്മൾ പിസ്സയ്ക്കൊക്കെ ഉപയോഗിക്കില്ലേ, ആ ചീസ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മോസറല്ല ഇടുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്വാദുണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഫ്രോസൺ കോൺ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചോളമില്ലേ അത്. ഇത് വേവിക്കുകയൊന്നും വേണ്ട, അത് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഹാലപ്പിനോ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കടയിലെ ബോട്ടിലിൽ മേടിക്കാൻ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇപ്പോൾ. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടുള്ളൂ. ഞാനിത് ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ. ഇനി ആ മറ്റേ 2 സ്ലൈസ് ഈ സ്ലൈസുകളുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടെ ഗാർലിക് ബട്ടർ തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ വെറും നെയ്യ് തേച്ച് കൊടുത്താലും മതി. ഇനി ഇതിനെ നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ ഗ്രില്ല് ചെയ്തെടുക്കും. അതിന് ബ്രെഡിൻ്റെ പ്ലെയിൻ സൈഡ് മോൾ ഭാഗത്ത് വരും പോലെ കമത്തി വെക്കണം അതിന്. എന്നിട്ട് ആ ഗാർലിക് ബട്ടർ കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം. ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. അത് കരിഞ്ഞതല്ലാട്ടുള്ളൂ, കണ്ടിട്ട് കരിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. നല്ല ക്രിസ്പായി വരും, കരിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ മുറിക്കുക. ഇത് സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിക്കാൻ നന്നായിരിക്കും. ഇതിങ്ങനെയും കഴിക്കാം. ഇനിയൊരു വിധം ഞാൻ കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോവും മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ ഒറിഗാനോ മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ കുറേശ്ശെ ചേർത്താൻ പാടുള്ളൂ. ഇനി സാൻഡ്വിച്ച് മേക്കറിൽ ഇത് വെച്ച ശേഷം മുകളിൽ കൂടെ കുറേശ്ശെ ഈ മിക്സ്ഡ് ഹെർബ്സും ഓറിഗാനോയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ദോശക്കല്ല് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ ദോശക്കല്ല് ഉണ്ടാക്കിയെടുത്താൽ മതി.
ഇത് ഒരു നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നന്നായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോളൂ. താങ്ക് യു. ബൈ.